ഹായ് മക്കളെ, ആശാസ് ലേണിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഭൂതകാൽ, അതേപോലെ തന്നെ വർത്തമാൻകാൽ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭവിഷ്യത് കാലാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഭവിഷ്യത് കാൽ അല്ലെങ്കിൽ ഭാവികാൽ. ഓക്കെ, ഭവിഷ്യത് കാൽ തന്നെ പറയുന്നതാണ് ഭാവികാൽ, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, അതായത് വരും കാലങ്ങളിൽ ഒരു പ്രവൃത്തി നടക്കുമെന്ന് പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഭവിഷ്യത് കാലം എന്ന് പറയുന്നത്. വരും കാലങ്ങളിൽ വരാൻ പോകുന്ന ക്രിയാരൂപങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഭവിഷ്യത് കാലം അല്ലെങ്കിൽ ഭാവി കാലം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലാകുമ്പോൾ ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പറയാം രാം പാഠ് പഠേക, രാം പാഠം പഠിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, അടുത്ത കാലത്ത് അത് നടക്കും അല്ലെങ്കിൽ വരും കാലങ്ങളിൽ നടക്കാൻ പോകുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഭവിഷ്യത് കാൽ. ഓക്കെ, ഇപ്പോൾ ഭവിഷ്യത് കാലം രണ്ട് തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് സാമാന്യ ഭവിഷ്യത് കാൽ, ഭവിഷ്യത് കാൽ ഓർ ഭാവികാൽ. രണ്ട് സംഭാവ്യ ഭവിഷ്യത് കാൽ ഓർ ഭാവികാൽ. അതിൽ നമുക്ക് സാമാന്യ ഭവിഷ്യത് കാൽ ആദ്യം നോക്കാം. ഓക്കെ, സാമാന്യ ഭവിഷ്യത് കാലം എന്ന് വെച്ചാൽ എന്താണ്? ഭവിഷ്യത് കാലം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രവൃത്തി വരും കാലങ്ങളിൽ നടക്കുമെന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇതിൽ തന്നെ അടുത്ത കാലത്ത് ഒരു പ്രവൃത്തി നടക്കും എന്ന് സൂചിപ്പിക്കുന്നതാണ് ഏത്? സാമാന്യ ഭവിഷ്യത് കാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സാമാന്യ ഭവിഷ്യത് കാലിൽ നമ്മൾ ചേർക്കുന്നത് സാമാന്യ ഭൂതകാലത്തോടുകൂടി ഊങ്ക, ഊങ്കി, ഓഗ, ഓഗി, ഏക, ഏകി. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സാമാന്യ ഭവിഷ്യത് കാൽ കിട്ടും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, രാം പാഠ് പഠേക, രാം പാഠം പഠിക്കും. രാം പാഠ് പഠേക. ഓക്കെ, രാം പാഠം പഠിക്കും. അല്ലെങ്കിലോ മേം ജാവൂങ്ക, മേം ജാവൂങ്ക, തും ജാവോഗി. ഇതിലെല്ലാം നമുക്ക് എന്താണ്, വരും കാലങ്ങളിൽ ഒരു പ്രവൃത്തി അടുത്ത് തന്നെ നടക്കും. അതായത് രാം പഠിക്കും, അല്ലെങ്കിൽ ഞാൻ പോകും, നിങ്ങൾ പോകുമോ, അല്ലെങ്കിൽ നിങ്ങൾ പോകും, ഇങ്ങനെ അടുത്ത് തന്നെ ഒരു പ്രവൃത്തി നടക്കുന്നത് സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാമാന്യ ഭാവികാൽ അല്ലെങ്കിൽ സാമാന്യ ഭവിഷ്യത് കാലം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് നമുക്ക് ഏതാണ്? സംഭാവ്യ ഭവിഷ്യത് കാൽ. സംഭാവ്യ ഭവിഷ്യത് കാൽ അല്ലെങ്കിൽ കണ്ടീഷണൽ ഫ്യൂച്ചർ ടെൻസ്. സംഭാവ്യ ഭവിഷ്യത് കാൽ. ഭവിഷ്യത് കാൽ അല്ലെങ്കിലോ ഇംഗ്ലീഷിലാകുമ്പോൾ കണ്ടീഷണൽ ഫ്യൂച്ചർ ടെൻസ്. കണ്ടീഷണൽ ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, സംഭാവ്യ ഭവിഷ്യത് കാലം എന്ന് പറഞ്ഞാൽ വരും കാലങ്ങളിൽ ഒരു പ്രവൃത്തി നടക്കും എന്ന് സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സംഭാവ്യ ഭവിഷ്യത് കാലം എന്ന് പറയുന്നത്. സാമാന്യ ഭവിഷ്യത് കാലം അടുത്ത കാലത്ത് തന്നെ ക്രിയ നടക്കുമെന്ന് സൂചിപ്പിക്കുന്നത്. സംഭാവ്യ ഭവിഷ്യത് കാലമാകുമ്പോഴോ വരും കാലങ്ങളിൽ ആ ക്രിയ എന്തായാലും നടക്കും എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത്, സംഭാവ്യ ഭവിഷ്യത് കാലം. സംഭാവ്യ ഭവിഷ്യത് കാലം ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. ക്രിയാധാതുവിനോടുകൂടി എന്ത് ചേർത്താൽ മതി, നമ്മൾ ഓ
ക്രിയാധാതുവിനോടുകൂടി എ ഓ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സംഭാവ്യ ഭവിഷ്യത്ത് കാലം കിട്ടും. അതിലും എളുപ്പമുണ്ട്. നമുക്ക് സാമാന്യ ഭവിഷ്യത്ത് കാലത്തിൻ്റെ അവസാനമുള്ളതായിട്ടുള്ള ഗ, ഗേ, ഗി എന്നിവ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സംഭാവ്യ ഭവിഷ്യത്ത് കാലം കിട്ടും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മേം ജാവൂങ്ക. മേം ജാവൂങ്ക എന്നുള്ളതിൽ ഗാ കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മേം ജാവൂ, ഞാൻ പോകും എന്നാവും. ഓക്കെ. തും ജാവോഗയിലെ ഓകെ കളഞ്ഞു കഴിഞ്ഞാലോ തും ജാവോ. അതുപോലെ മേം പൂച്ചു, ഞാൻ ചോദിക്കട്ടെ. മേം പൂച്ചു. ഓക്കെ. അതായത് നമ്മൾ സംഭാവ്യ ഭവിഷ്യത്ത് കാലിൽ നമുക്ക് ഒന്നുകിൽ ഒരു കാര്യം ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശിക്കുക, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു അനുവാദം ചോദിക്കുക, ആശംസകൾ അറിയിക്കുക, അങ്ങനെയൊക്കെ വരുന്നതാണ് ഇത് സംഭാവ്യ ഭവിഷ്യത്ത് കാലം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സംഭാവ്യ ഭവിഷ്യത്ത് കാലിന് നമുക്ക് എന്ത് നോക്കേണ്ടതില്ല? സംഭാവ്യ ഭവിഷ്യത്ത് കാലിന് ലിംഗം, അതായത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. വചനം മാത്രം നോക്കിയാൽ മതി. അതായത് ഏകവചനമാണോ ബഹുവചനമാണോ എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതിയാകും. ഗാഗേക്ക് ചേർക്കണമെങ്കിൽ മാത്രമല്ലേ നമുക്ക് സ്ത്രീയാണോ പുരുഷനാണോ അല്ലെങ്കിൽ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് ചോദിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് സംഭാവ്യ ഭവിഷ്യത്ത് കാലത്തിൽ എപ്പോഴും എന്താണ്? വചനം ഏകവചനമാണോ ബഹുവചനമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്ക് പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല? സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് നോക്കേണ്ടതില്ല. ഓക്കെ. ഇത്രയേ ഉള്ളൂ നമുക്ക് സംഭാവ്യ ഭവിഷ്യത്ത് കാലം. അതായത് സാമാന്യ ഭവിഷ്യത്ത് കാലിൻ്റെ അവസാനത്തെ ഗാ ഗേഗി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സംഭാവ്യ ഭവിഷ്യത്ത് കാലം കിട്ടും. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമുക്ക് നമ്മുടെ കാൽ തീർന്നു. അതായത് ടെൻസുകൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ വർത്തമാനകാൽ പഠിച്ചു, ഭൂതകാൽ പഠിച്ചു, ഭവിഷ്യത്ത് കാൽ പഠിച്ചു. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ്സുകളാണ്. അതായത് 5, 6, 7 ക്ലാസ്സുകൾ ടെസ്റ്റുകൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അടുത്ത ആഴ്ച മുതൽ സ്കൂൾ ടെസ്റ്റുകളായിരിക്കും എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ടെൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് ഗ്രാമറും കൂടി കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ. ബൈ.